തദ്ദേശ വകുപ്പിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് AI റേഷൻ കാർഡ് സ്വന്തമാക്കിയെന്ന ജനൻ TV വാർത്തയിൽ നടപടിയുമായി സപ്ലൈ ഓഫീസ് അധികൃതർ. ആലുവ സ്വദേശിനിയായ യുവതിക്ക് നേരെയാണ് ഈ നടപടി. വർഷങ്ങളായി ചൂർണിക്കര പഞ്ചായത്തിൽ ടെക്നിക്കൽ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന സനുമോളാണ് ചട്ടവിരുദ്ധമായി മുൻഗണനാ റേഷൻ കാർഡ് സ്വന്തമാക്കിയത്. എറണാകുളം ആലുവ ചൂർണിക്കര പഞ്ചായത്തിൽ 12 വർഷമായി ടെക്നിക്കൽ അസിസ്റ്റന്റായി ജോലി നോക്കുകയാണ് സനുമോൾ. ഭർത്താവിന് വിദേശത്താണ് ജോലി. നിലവിലുള്ള വീട് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. ഇതേസമയം താൽക്കാലിക ജോലിയിൽ നിന്നും അവധി വാങ്ങി സനുമോൾ നിലവിൽ വിദേശത്താണുള്ളത്. യാഥാർത്ഥ്യം ഇതായിരിക്കെയാണ് പരമദരിദ്രർക്ക് നൽകേണ്ട AAY ആനുകൂല്യം ലഭ്യമാകുന്ന മഞ്ഞ റേഷൻ കാർഡ് സനുമോൾ സ്വന്തമാക്കിയത്. AAY പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതായും അനർഹമായി കാർഡ് സ്വന്തമാക്കിയതായും റേഷനിംഗ് ഇൻസ്പെക്ടർ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. 2021 സനുമോൾ ഈ റേഷൻ കാർഡിൽ അംഗമാവുകയും 2022 ജൂലൈ മാസം മുതൽ കാർഡ് സനുമോളുടെ പേരിൽ ആക്കുകയും ചെയ്തു. സനുമോൾ 20,000 രൂപയിലധികം പ്രതിമാസം സർക്കാർ ശമ്പളം കൈപ്പറ്റുമ്പോഴാണ് മുൻഗണനാ റേഷൻ കാർഡ് സ്വന്തമാക്കിയതെന്നും വ്യക്തമായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് AAY കാർഡ് റദ്ദു ചെയ്യുന്നതിനൊപ്പം സനുമോൾ സൗജന്യമായി മുൻഗണനാ കാർഡിന്റെ ആനുകൂല്യം കൈപ്പറ്റിയതിന്റെ പിഴയായി 70,565 രൂപ കൊടുക്കാൻ നോട്ടീസ് നൽകിയത്. എന്നാൽ സനുമോൾക്ക് ഈ ആനുകൂല്യം തരപ്പെടുത്തി നൽകിയത് ആരുടെ ഒത്താശയിലെന്ന് വ്യക്തമാക്കണമെന്നും അനർഹമായി കാർഡ് സ്വന്തമാക്കിയതിന് സനുമോൾക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്നുമുള്ള ആവശ്യമാണ് ഉയരുന്നത്. ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിൽ ടെക്നിക്കൽ അസിസ്റ്റന്റായിട്ട് ജോലി ചെയ്യും. ഏകദേശം 12 വർഷത്തോളം കാലയളവിൽ ജോലി ചെയ്തു. അതോടൊപ്പം തന്നെ ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്തിട്ടുള്ള ടെക്നിക്കൽ അസിസ്റ്റന്റിന് ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തി മഞ്ഞ റേഷൻ കാർഡ് അനുവദിച്ച് നൽകുകയാണ് ഉണ്ടായത്. ഇതിനെതിരെ പരാതി നൽകുകയും മേൽ പരാതിയിൽ അന്വേഷണം നടത്തി അന്വേഷണ വിധേയത്തിൽ ഏകദേശം 70,000 രൂപയോളം ഫൈൻ അടയ്ക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഇത്രയേറെ വരുമാനമുള്ള ഇവർക്ക് എങ്ങനെ ഈ കാർഡ് കൈവശം ലഭിച്ചുവെന്നും ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആരെന്നും ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അതിനെ തുടർന്ന് പരാതി നൽകുകയും അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യം ലഭിക്കാൻ വേണ്ട പോരാട്ടം തുടരുമെന്ന് അറിയിക്കുകയാണ്. സനുമോളും അച്ഛൻ അബ്ദുൽ കരീമും മാത്രമാണ് ഈ റേഷൻ കാർഡിലുള്ളത്. അബ്ദുൽ കരീം നിർമ്മാണ കരാർ ഏറ്റെടുത്ത് നടത്തുന്ന ആളാണെന്നും ഒന്നിലധികം വീടുകൾ ഉള്ളതായും പ്രദേശവാസികൾ പറയുന്നു. ഭർത്താവ് അടക്കമുള്ള മറ്റ് അംഗങ്ങൾ വേറെ റേഷൻ കാർഡിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മഞ്ഞ റേഷൻ കാർഡിന്റെ ആനുകൂല്യത്തിനായി പ്രത്യേകം കാർഡ് തരപ്പെടുത്തിയതായാണ് നിഗമനം. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.